ഈഫിൽ ടവർ അതുപോലെ ഒരു ബ്രിഡ്ജിന്റെ ഒരു സ്ട്രക്ചറൊക്കെ ഞാനിങ്ങനെ ചെയ്തു. നമ്മളൊരു സ്കില്ല് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് അതിനെ ക്രാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാർ ഷെഡ് ഉണ്ട്, അതിന്റെ സൈഡിൽ ടേബിൾ ഇട്ട് അവിടെ നമ്മൾ തുടങ്ങി. ശരിക്കും ഞാൻ മുളയുള്ള സീലിംഗ് നമ്മൾ നാട്ടിൽ തന്നെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് പറയും ഇവന് എന്തോ ചെറിയ കിർക്കാണ് എന്നുള്ള രീതിയിൽ അവർ പറയും. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ശരിക്കും സയൻസ് ഉണ്ട്. അതായത് ഈ പുകയെ കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇത് ട്രീറ്റഡ് ആയിട്ട് മാറും. അതായത് കുത്തല് വരാത്ത രീതിയിൽ ഇത് മാറും. ഈ ബാമ്പൊക്കെ വളരെ തിന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് സംഭവം തുടങ്ങുമ്പോഴും ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഒരു പേര് നിർബന്ധമായിട്ടും വേണം. 2020 തുടക്കത്തിലാണ് ശരിക്കും വെബ്സൈറ്റ് ചെയ്യുന്നത്. അതായത് ഈ വെബ്സൈറ്റ് ചെയ്യലും അതുപോലെ ഓൺലൈനായിട്ട് ആദ്യമായിട്ട് സാധനം വിറ്റത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു സാറ എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു, UK എന്നാണ്, ഇംഗ്ലണ്ടിൽ നിന്ന്. അപ്പോൾ അവര് എന്നോട് ചോദിച്ചു എനിക്ക് ഈ സാധനം ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചു. ഈ പ്രൊഡക്റ്റുകൾ തന്നെ ഇതേ പേരിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആമസോണിൽ ലിസ്റ്റ് ചെയ്തു. ഇതൊക്കെ കുറേ നാളത്തെ റിസർച്ചാണ്. അതായത് നമ്മൾ പാക്ക് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്ത ശേഷമാണ് അന്ന് ഉച്ചയ്ക്ക് ആ ലേബൽ ഒട്ടിച്ച 12 രൂപയുടെ ആ ലേബൽ ഒട്ടിച്ച സാധനം അവിടെ വെച്ചിട്ടാണ് ഞാൻ പിന്നീട് ഡ്യൂട്ടിക്ക് പോകുന്നത്. US, UK, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, ഇറ്റലി, പിന്നെ UAE ഇത്രയും സ്ഥലത്തേക്ക് ഞാൻ പ്രൊഡക്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു.